റിസീവ് ചെയ്ത് ഞങ്ങൾ സംസാരിച്ച് പോന്നു. അതിനുശേഷം KPC മീറ്റിങ്ങിന് പോയി തിരിച്ചു വന്ന് 17-ാം തീയതി ഇവിടെ എത്തി. രാവിലെ അതുവരെ പിന്നെയും ഞാൻ പോയി കണ്ടു. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും എന്നോട് അവർ പറഞ്ഞിട്ടില്ല. ഞാനും ഒരായിട്ട് അഭിപ്രായ ഒരു കാര്യത്തിലോട്ട് ഇല്ലാനും. ഇല്ല, എനിക്ക് അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. KPCC മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ കുറച്ച് മുമ്പാ പറഞ്ഞത്, മാസങ്ങൾക്ക് മുമ്പാ പറഞ്ഞത്. അതെ അതെ. അപ്പൊ ചേട്ടാ അന്ന് കഴിഞ്ഞ ദിവസം ചേട്ടൻ നേരിൽ കണ്ടപ്പോ പറഞ്ഞ കാര്യം, താൻ ആഗ്രഹിക്കുന്ന കാലത്തോളം താൻ DC പ്രസിഡന്റ് ആയി തുടരും. അപ്പൊ ഇപ്പൊ ആഗ്രഹം ഇല്ല. ആഗ്രഹം എനിക്ക് അങ്ങനെ നിർബന്ധമായിട്ട് ഇവിടെ ഇരിക്കണം എന്ന് ആഗ്രഹമില്ല. DCC പ്രസിഡന്റ് ആയി ഇരിക്കണം നിർബന്ധമായിട്ട് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. KPC പറയാണ് ഇവിടെ തുടരണമെന്ന് പറഞ്ഞാൽ KPC പറഞ്ഞാൽ തുടരും, ഇല്ലെങ്കിൽ വേണ്ട. KPC നേതൃത്വം പറയട്ടെ. ഇനിയിപ്പോ എന്താണ് അങ്ങയുടെ ഒരു അടുത്ത ആലോചന എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒരു തീരുമാനമില്ല. ഞാനിതൊന്നും അല്ല. ഞാനിപ്പോ ഒരു 5 മെമ്പർഷിപ്പ് ഉണ്ട്. എനിക്ക് പ്രൈമറി മെമ്പർഷിപ്പ് ഉണ്ട്. നാളെ പാർട്ടി പറയാൻ ആ പണി എടുക്കാൻ പറഞ്ഞ ആ പണി ഞാൻ അങ്ങ് എടുത്തോളും. വേറൊന്നുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണല്ലോ, അതിന് മുന്നൊരുക്കങ്ങളൊക്കെ അന്ന് നടത്തിയെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. എല്ലാം നടത്തിയെല്ലാം പൂർണ്ണമായിട്ടുണ്ട്. നാളെ DCC ജനറൽ ബോഡി യോഗം വിളിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല. അല്ല, എന്റെ രാജ്യത്തെ പറ്റി എനിക്കറിയില്ല. പകരം ചുമതല കൊടുത്തതിനെ പറ്റി ഒന്നും ഞാൻ അറിയില്ല. ഞാൻ നേരത്തെ സംസാരിച്ചവർക്ക് അതിന് വേണ്ട ലെറ്റർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെ അതെ, അതെനിക്കറിയില്ല. ഇപ്പൊ വളരെ കാലം DCC പ്രസിഡന്റ് ആയിട്ട് തുടർന്ന ഒരാളാണ്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ വലിയ നല്ല തെരഞ്ഞെടുപ്പുകളിലൂടെയൊക്കെയാണ് കടന്നുപോയത് വയനാട്. ഇന്നിപ്പോ ഇതിൽ സംതൃപ്തനാണോ അദ്ദേഹം? ആര്? അല്ല, ഞാൻ സംഘടനാ പ്രവർത്തന രംഗത്ത് 55 കൊല്ലമായി ഞാൻ പ്രവർത്തിക്കുന്നു. ഞാൻ സംതൃപ്തനാണ് 100%. എല്ലാ തലത്തിലും പാർട്ടി എന്നെ പരിഗണിച്ചിട്ടുണ്ട്. അത് പരിഗണന ഇന്റർനാഷണൽ കോൺഗ്രസ് പ്രവർത്തനം നിലയ്ക്ക് മറ്റാരേക്കാൾ കൂടുതൽ പരിഗണന എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ പാർട്ടിയിൽ. ഞാൻ സന്തുഷ്ടനാണ്. എനിക്കിത് പാർട്ടി നേതൃത്വത്തോട് നന്ദി ഞാൻ രേഖപ്പെടുത്താം. ഗ്രൂപ്പ് പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിൽ വന്നിരുന്നല്ലോ. പ്രത്യേകിച്ച് ഒരു വിഭാഗം ആളുകൾ താങ്കൾക്കെതിരെ താങ്കളെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ അങ്ങനെ കയ്യങ്ങളിലേക്കൊക്കെ മോശം സാഹചര്യത്തിലേക്കൊക്കെ പോയി, അനാവശ്യമായ പ്രശ്നം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, അതിനു മുമ്പ് തന്നെ എന്നെ എന്റെ ഗ്രൂപ്പിന്റെ പേരിൽ എന്നെ പ്രതികൂട്ടാക്കാൻ വേണ്ടി പല പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട് ജില്ലയിൽ.